ഇപ്പോൾ നല്ല വെയിലുള്ള മാസങ്ങളായതുകൊണ്ട് എനിക്കിവിടെ ദിവസവും പ്രൊസസ്സിങ്ങിൻ്റെ ഓരോ വർക്കാണ് കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന ഓരോ പ്രൊസസ്സിങ്ങും നിങ്ങളെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നടക്കാത്ത കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് രാഗിയുടെ ഒരു പ്രൊസസ്സിങ് വർക്കാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന കാര്യമൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാഗിയുടെ ഫസ്റ്റത്തെ 1-2 വാഷിങ് കാണിച്ചിട്ടില്ല. നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് രാഗിയുടേതായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് രാഗി എങ്ങനെയാണ് കഴുകണ്ടേ വൃത്തിയാക്കണ്ടേ എന്നൊക്കെയുള്ളത് മനസ്സിലാവും. രാഗിയുടെ അടിയിൽ കുറച്ചൊരു മണലിൻ്റെ ഭാഗം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിങ്ങനെ അരിച്ചരിച്ചെടുത്തിട്ട് വേണം അത് ഒഴിവാക്കാൻ. അപ്പം ഞാൻ ഫോൺ പിടിക്കുന്നതും എല്ലാം ഒരു ആൾ തന്നെ ആയതുകൊണ്ടുള്ള പ്രയാസം കൊണ്ടാണ് അത് ക്ലിയറായിട്ട് എനിക്ക് കാണിക്കാൻ സാധിക്കാത്തത്. അപ്പോൾ അവസാനത്തിൻ്റെതായിട്ട് ഇച്ചിരി മണലിൻ്റെ തരി അങ്ങനെ കിട്ടാറുണ്ട്. ചില സമയത്ത് കൂടുതലുണ്ടാവും കേട്ടോ. ഇത് ഇത്തവണ വളരെ കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതി. രാഗി സ്പ്രൗട്ട് ചെയ്തിട്ടുള്ള പുട്ടുപൊടി കേട്ടോ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ രാഗി നല്ലതായിട്ട് സ്പ്രൗട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്പ്രൗട്ട് വരണമെങ്കിൽ രാഗി രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വൈകുന്നേരം വാരാൻ വെക്കണം കേട്ടോ. വൈകുന്നേരം വാരാൻ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് നമ്മളെ രാഗി മുള വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വൃത്തിയുള്ള ഒരു ക്ലോത്തിൽ നമ്മൾ നമ്മുടെ കൺവെട്ടത്തിൽ തന്നെ വിരിച്ചിടണം. കാരണം ഇതിൽ പുറത്തുനിന്നുള്ള ഇതൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങളൊരു ഷീറ്റ്, ഒരു നൈസായിട്ടുള്ള വൈറ്റ് ക്ലോത്ത് കൊണ്ട് ഉള്ള ഒരു ഷീറ്റിട്ട് മൂടിക്കഴിഞ്ഞാലും മതി, കുഴപ്പമില്ല. അതിനകത്ത് ഉള്ളിൽ കടന്നിട്ട് അത് നല്ലതായിട്ട് ഉണങ്ങിക്കോളും. അപ്പോൾ രാഗി വളരെ നൈസായിട്ട് ചിക്കി കൊടുക്കുക, തിൻ ലെയറായിട്ട് ചിക്കി കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നമ്മുടെ മുറ്റത്ത് നല്ല വെയിലാണ്. അപ്പോൾ മോർണിംഗിൽ തന്നെ നമ്മൾ രാഗി ചിക്കി കൊടുത്തു കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ കസ്തൂരി മഞ്ഞളും കൂടെ കാണുന്നത്. മോർണിംഗിലുള്ള ലൈറ്റ് വെയിൽ നമ്മൾ കസ്തൂരി മഞ്ഞളിന് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ വൈകുന്നേരത്താണ് കസ്തൂരി മഞ്ഞൾ ചിക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് രാഗി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. കാരണം നമ്മളിത് ഒറ്റ ദിവസം കൊണ്ടാണ് ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് നമുക്ക് രാഗി ഉണക്കി പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാം. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതായിട്ട് പാക്ക് ചെയ്തിട്ട് ഒരു പോളിത്തീൻ കവറിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു കണ്ടെയ്നറിലോ നിറച്ചതിന് ശേഷം മില്ലിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ഞാനിതിപ്പോൾ ഇച്ചിരി അധികം ഉള്ളതുകൊണ്ടാണ് മില്ലിൽ കൊടുക്കുന്നത്. ഞാൻ 4 kg ഒന്നിച്ചായിരുന്നു പൊടിച്ചത്. ഇവിടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പൊടിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മില്ലിൽ കൊടുക്കുന്നത്. രാഗിയുടെ പുട്ടുപൊടി വളരെ നൈസായിട്ട് പൊടിയേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ആവശ്യമുള്ളവർക്ക് വീട്ടിൽ നിന്നും തയ്യാറാക്കാം കേട്ടോ. നമ്മുടെ മിക്സർ ഗ്രൈൻഡറിൽ തന്നെ പൊടിച്ചെടുക്കാനും സാധിക്കും കേട്ടോ. അല്ലാതെ നമ്മൾ രാഗിയുടെ നൈസായിട്ടുള്ള കുറുക്കുണ്ടാക്കാനുള്ള പൗഡർ വീട്ടിൽ നിന്ന് പൊടിച്ചാൽ അതത്ര നന്നായിക്കൊള്ളണമെന്നില്ല. ഞാൻ ചെയ്യുന്ന മറ്റ് പ്രോസസ്സിങ് വർക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ രാഗിയുടെ പ്രോസസ്സിങ് എനിക്ക് കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ സ്പ്രൗട്ടഡ് ആകുമ്പം, അതായത് മുള വരുത്തിയിട്ടുള്ളതാകുമ്പം കുറച്ചുകൂടെ അതിൽ നമുക്ക് വർക്ക് വരും. അപ്പോൾ മില്ലിൽ നിന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടത് പുട്ടുപൊടിയുടെ പാകം എന്ന് പറഞ്ഞിട്ട് വേണം പൊടിച്ചെടുക്കാൻ. അതായത് രാഗിയുടെ അവലോസ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. ആ ഒരു പാകത്തിന് തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. രാഗിയുടെ അവലോസിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഈ പൗഡർ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചൂടിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വറുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനെന്തായാലും കസ്റ്റമേഴ്സിലെത്തിക്കുന്നതിന് മുന്നേ ആയിട്ട് ചെറിയ ഒരു വറവ് ചെയ്യാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചിലർ യൂസ് ചെയ്യാനൊക്കെ ഒരുപാട് ഡിലേ വരും. അപ്പോൾ അത് ചീത്തയായി പോകരുതല്ലോ. അപ്പോൾ ഒരു ചെറിയ അടുപ്പൊക്കെ ഒരുക്കിയിട്ട് അവിടെ വെച്ചിട്ട് കട്ടിയുള്ള ഓടായാൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് അടുക്കി പിടിച്ച് പോകുന്നില്ല. മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കണം. രാഗിയുടെ പൊടിയിൽ നിന്ന് ചെറുതായിട്ട് പുക വരുന്നവരെ മാത്രം നമ്മൾ വറുത്ത് കൊടുത്താൽ മതി. എല്ലായിടത്തും ചൂടെത്തുന്ന പാകത്തിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ രാഗിയുടെ ഷുഗർലെസ് ആയിട്ടുള്ള അവലോസ് ഉൾപ്പെടെ ഒരുപാട് രാഗിയുടെ പ്രോഡക്റ്റ്സ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇതെല്ലാം ഞാൻ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ കസ്റ്റമേഴ്സ് നേരത്തെ കൊടുത്തിരിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന രീതിയിൽ ചില്ലറ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടും ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ടോ വാട്സാപ്പ് ചെയ്തിട്ടോ നിങ്ങൾക്കും ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ്. പിന്നെ മെയിനായിട്ടും മഞ്ഞൾപ്പൊടി, കസ്തൂരി മഞ്ഞൾപ്പൊടി, ആരോറൂട്ട് പൗഡർ, അതായത് കൂവപ്പൊടി, ഇത് മൂന്നുമാണ് ഞങ്ങൾ കൾട്ടിവേറ്റ് ചെയ്തിട്ട് പൗഡർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബിസിനസ് കാറ്റലോഗും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെൻറ്റിൽ തന്നെ നമ്മൾ അത് ഡിസ്പാച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതാണ്. കൊറിയർ സർവീസ് വഴിയോ അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസ് വഴിയോ സാധനങ്ങൾ നിങ്ങളുടെ കൈവശം എത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ രാഗി പൗഡർ രാഗിയുടെ പൊട്ടുപൊടി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് നല്ലതായിട്ട് തണച്ചെടുക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആക്കിയിരിക്കുന്ന ചൂട് മൊത്തം നമ്മൾ മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്തിട്ട് തണച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ തണച്ചെടുക്കുന്ന പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ വല്ലതും പോവേണ്ടി വന്നാൽ ഒരു വൈറ്റ് ക്ലോത്ത് ഇട്ടത് മൂടി വെച്ചാൽ മതി. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ടൊന്ന് ബുക്ക് ചെയ്ത് വെച്ചേക്കൂ. കാരണം ഇതൊക്കെ നമ്മൾ വളരെ കുറഞ്ഞ അളവിലേ തയ്യാറാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പറയുന്ന അളവിലുള്ള പാക്കറ്റ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മൊത്തത്തിൽ പാക്ക് ചെയ്ത് വെക്കുകയല്ല ചെയ്യുന്നത്. സാധനങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ആ ചെറിയ സ്റ്റോക്കല്ലേ നമുക്കുണ്ടാവുള്ളൂ, ആ സ്റ്റോക്ക് നമ്മൾ അങ്ങനെ തന്നെ കണ്ടെയ്നറുകളിൽ നിറച്ച് സൂക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന ടൈപ്പിലുള്ള പാക്കറ്റ്സ് ആക്കിയിട്ടാണ് നമ്മളത് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഡേ നമുക്ക് കുറച്ച് രാഗിയുടെ അവലോസും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവലോസും കൂടെ പാക്ക് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. രാഗിയുടെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു അവലോസ് എന്ന് പറയുന്നത് ഷുഗർലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര ഒരു പോപ്പുലാരിറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാം. പിന്നെ മധുരം വേണ്ടവർക്ക് അതിലേക്കായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ശർക്കരയുടെ പൗഡറും കൂടെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കൂടാതെ കസ്തൂരി മഞ്ഞളുടെ വിത്തിന് ആവശ്യപ്പെട്ടവർക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ പേർക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വന്നോളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. താങ്ക് യു. ബൈ.